ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമേറിയ വ്രതം ഏതെന്ന് ചോദിച്ചാൽ ഏകാദശിയാണെന്ന് എല്ലാവരും നിസ്സംശയം പറയും. ആ ഏകാദശിയിൽ വെച്ച് ഏറ്റവും പവിത്രമായ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. എന്തുകൊണ്ടാണ് വൈകുണ്ഠ ഏകാദശി എന്ന നാമധേയം വന്നതെന്ന് വെച്ചാൽ ആ ഏകാദശി ദിവസമാണ് ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും എഴുന്നരുളി നമ്മളെ കാണാൻ വരുന്നത്. അതേ ദിവസം ഭഗവാന്റെ കൂടെ നമ്മളും ആ സ്വർഗവാതിൽ കടന്നാൽ നമുക്കും മോക്ഷം കിട്ടും, പരമമായ പരമപദം കിട്ടും, വൈകുണ്ഠത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് സകലവിധ പാപങ്ങളും, നമ്മൾ ചെയ്തിട്ടുള്ള സകലവിധ പാപങ്ങളും, അറിഞ്ഞ് ചെയ്ത പാപത്തെ പറ്റിയല്ല, അറിയാതെ നമ്മൾ ചെയ്ത സകലവിധ പാപങ്ങളും നശിച്ച് നമുക്ക് വൈകുണ്ഠ പ്രാപ്തിയാണ് ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ ഫലം. അതുകൊണ്ടാണ് ഇതിനെ സ്വർഗവാതിൽ ഏകാദശി, വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ പറയുന്നത്. 2025 ജനുവരി 10 വെള്ളിയാഴ്ചയാണ് വൈകുണ്ഠ ഏകാദശി വരുന്നത്. നമ്മൾ വ്യാഴാഴ്ച, അതായത് തലേ ദിവസം ദശമിയുടെ അന്ന് മുതൽ വ്രതമെടുത്തു തുടങ്ങണം. വ്യാഴാഴ്ച ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരം പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടാണ് വ്രതം തുടങ്ങേണ്ടത്. വെള്ളിയാഴ്ച രാവിലെ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ഉപവാസം എടുക്കുക. അതല്ല, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നേരം മില്ലറ്റ്സ് കഴിക്കാം. അതായത് ധാന്യങ്ങൾ നമ്മൾ ഏകാദശിയിൽ കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ചൗവരി ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിൽ ഇവിടെയൊക്കെ എല്ലാവരും വ്രതമെടുക്കുമ്പോൾ കൂടുതലായും കഴിക്കുന്നത് സാബുദാന എന്ന് പറയും. സാബുദാന കിച്ചടിയാണ്, അത് കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, പാല് കുടിക്കാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് വ്രതമെടുക്കാം. പിറ്റേ ദിവസം ശനിയാഴ്ച ദ്വാദശിയുടെ അന്ന് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കുക എന്നതാണ് രീതി. ഈ വർഷം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 12:05 കഴിയുമ്പോൾ ഏകാദശി തിഥി തുടങ്ങും. വെള്ളിയാഴ്ച രാവിലെ 10:05 വരെ ഏകാദശി തിഥിയുള്ളൂ. പക്ഷേ നമ്മൾ സൂര്യോദയ സ്പർശമുള്ള ഏകാദശിയാണ് വ്രതമായിട്ടെടുക്കുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കേണ്ടത്. ശനിയാഴ്ച രാവിലെ 8:15 ആകുമ്പോഴേക്കും ദ്വാദശി തീരും. അതുകൊണ്ട് ശനിയാഴ്ച രാവിലെ പാരണം വീടേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 7:12 AM മുതൽ 8:22 AM വരെയാണ്. അതിനുള്ളിൽ പാരണം വീടണം. പാരണ വീടാൻ ശകലം വെള്ളത്തിനകത്ത് തുളസിയിലയിട്ട് കുടിച്ച് പാരണം വീടാം. അതല്ലെന്നുണ്ടെങ്കിൽ തുളസിയിലയും ഉണക്കലരിയും മലരുമൊക്കെ ഇട്ട് പാരണം വീടുന്നവരുണ്ട്. എന്താണോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി അതനുസരിച്ച് പാരണ വീടാവുന്നതാണ്. അതുപോലെ തന്നെ ഏകാദശിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ഹരിവാസര സമയം വരുന്നത് ജനുവരി 10 അതിരാവിലെ 4 മണി മുതൽ വൈകിട്ട് 3:50 വരെയാണ്. ഈ സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ എത്രമാത്രം നമുക്ക് ചൊല്ലാൻ പറ്റുമോ അത്രമാത്രം ചൊല്ലുന്നത് വളരെ മഹത്തരമാണ്. അതിലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഏകാദശി വരുന്നത്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാലക്ഷ്മി പ്രീതിക്ക്, മഹാലക്ഷ്മി പൂജയ്ക്ക് നല്ല ദിവസമാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും, ലക്ഷ്മി നാരായണന്മാരെ ഒന്നിച്ചിരുത്തി വേണം പൂജിക്കാൻ. ഇത് നമുക്ക് വളരെയധികം നല്ല ഫലങ്ങൾ നൽകും. ഈ ഒരു പുതുവർഷം കംപ്ലീറ്റ് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകാൻ ഈ ഒരു ദിവസം ലക്ഷ്മി നാരായണന്മാരെ ഒന്നിച്ച് പൂജിച്ചാൽ മതിയാവും. നാരായണീയ പാരായണം ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, ഭഗവത്ഗീത പാരായണം ചെയ്യുന്നവർക്ക് അതാവാം. ഇനി ഇതൊന്നും നിങ്ങൾക്കറിയില്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ അഷ്ടാക്ഷരീ മന്ത്രം കഴിയുന്ന
ഒരു ഈ ദിവസം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. ഇനി വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ അറിയില്ലെങ്കിൽ ഫോണിൽ പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്. ഇത്രമാത്രം മഹത്തരമായൊരു ദിവസം നമുക്ക് വേറെ ഇനി കിട്ടാനില്ലെന്ന് തന്നെ പറയാം. കഴിയുന്നതും എല്ലാവരും ഈ ഏകാദശി വ്രതം എടുക്കാൻ നോക്കണം. ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് എടുക്കാൻ സാധിക്കാത്തവർക്ക് അന്നത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കി ഭഗവത് സ്മരണയോടുകൂടി ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ നിർജ്ജലമായി ഈ ഏകാദശി എടുക്കുന്നവർക്ക് തീർച്ചയായും അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ഈ ഏകാദശി വ്രതം എടുക്കാനായിട്ട്. വീട്ടിൽ ഭഗവാന്റെ, അതായത് കൃഷ്ണൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉള്ളവർക്ക് തുളസിമാല ചാർത്താവുന്നതാണ്. അല്ലെങ്കിൽ തുളസി ഇല സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്പലത്തിൽ, അടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെയോ പെരുമാളിൻ്റെയോ അമ്പലത്തിൽ പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ അവിടെ ചെയ്യാവുന്നതാണ്. അവിടെ ഇരുന്ന് 108 തവണയോ 111 തവണയോ ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് നൽകും. അതുപോലെ തന്നെ അന്ന് വെള്ളിയാഴ്ചയും ആയതുകൊണ്ട് തന്നെ നെല്ലിക്ക ദാനം ചെയ്യാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. നെല്ലിക്ക മാത്രമല്ല, അന്നദാനം വളരെയധികം ഗുണപ്രദമായ ഫലങ്ങൾ നൽകും. അതുകൊണ്ട് അന്നദാനം, വിശന്നിരിക്കുന്ന ഒരാളുടെ വയറെങ്കിലും നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റിയാൽ തീർച്ചയായും അതൊരു വലിയ അനുഗ്രഹം തന്നെ ആയിരിക്കും. അന്നദാനം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി അതില്ലെങ്കിൽ ഒരു നെല്ലിക്ക എങ്കിലും അമ്പലത്തിൽ കാണുന്ന ഒരു കുട്ടിക്കെങ്കിലും ദാനമായി കൊടുക്കാൻ ശ്രമിക്കണം. അന്നേ ദിവസം തുളസി ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നടുന്നത് അതീവ ശുഭകരമാണ്. തുളസിച്ചെടി വീട്ടിലില്ലാത്തവർക്ക് തീർച്ചയായും അത് ചെയ്യാവുന്നതാണ്. പിന്നെ തുളസി പൂജ, വെള്ളിയാഴ്ചയും ഏകാദശിയും ഒന്നിച്ചു വരുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തുളസി പൂജ ഒരിക്കലും മിസ്സാക്കരുത്. തുളസി ദേവിക്ക് ജലം സമർപ്പിച്ച് 3 തവണ പ്രദക്ഷിണം വെക്കുക. പ്രദക്ഷിണം വെക്കാനുള്ള സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് പ്രദക്ഷിണം വെച്ച് തുളസി ഗായത്രി ചൊല്ലി പ്രാർത്ഥിക്കുക. കൂടാതെ ഒരു നെയ്ദീപം കൊളുത്തുന്നതും വളരെ നല്ല ഫലങ്ങൾ നമ്മുടെ കുടുംബത്ത് ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരും ഏകാദശി വ്രതം എടുക്കാൻ ശ്രമിക്കുക. ഇനി എടുക്കാൻ സാധിക്കാത്തവർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവത് സ്മരണയോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി അന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും ഇനി പറയാൻ പോകുന്നത് ഒരു പരിഹാരമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും പൈസ ഉണ്ടായിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു പരിഹാരം. ഇതിൻ്റെ അർത്ഥം ഒരുപാട് കാശ് വീട്ടിലങ്ങ് കുന്നുകൂടുന്നൊന്നുമല്ല. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതിനായി ഒരു മഞ്ഞൾ കഷ്ണം എടുക്കുക. ആ മഞ്ഞൾ കഷ്ണത്തെ 3 തവണ ഒരു മഞ്ഞ നൂല് കൊണ്ട് ചുറ്റുക. മഞ്ഞ നൂലെന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള മഞ്ഞ കളർ നൂലാവാം. ഇനി മഞ്ഞ കളർ നൂലില്ല എന്നുണ്ടെങ്കിൽ ഒരു നൂല്, വെള്ള കളർ നൂലെടുത്ത് മഞ്ഞൾ തടവി ഒന്ന് ഉണക്കി വെച്ചാൽ മഞ്ഞ കളറാവും. ആ നൂല് കൊണ്ട് 3 തവണ ആ മഞ്ഞൾ കഷ്ണത്തിനെ ചുറ്റണം. ചുറ്റുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വേണം ചുറ്റാൻ. ചുറ്റിയതിന് ശേഷം അതുപോലെ തന്നെ ആ മഞ്ഞൾ കഷ്ണം എടുത്ത് എവിടെയാണോ നിങ്ങൾ പണം വെക്കുന്നത് അവിടെ വെക്കാം. ലോക്കറിലോ അതല്ല പേഴ്സിലോ എവിടെയാണോ അവിടെ വെക്കാം. ശേഷം അടുത്ത ഏകാദശി വരുമ്പോൾ 15 ദിവസം കൂടുമ്പോഴാണല്ലോ ഏകാദശി വരുന്നത്. അടുത്ത ഏകാദശി വരുമ്പോൾ ആ മഞ്ഞൾ കഷ്ണം എടുത്തു മാറ്റി കാൽപ്പെടാത്ത എവിടെയെങ്കിലും കളയുകയോ കുഴിച്ചിടുകയോ ചെയ്തിട്ട് എഗെയിൻ വീണ്ടും പുതിയ മഞ്ഞൾ കഷ്ണവും പുതിയ നൂലും ഇതേപോലെ മന്ത്രം ചൊല്ലി ചുറ്റി വെക്കാവുന്നതാണ്. ഇപ്പം ഈ ഏകാദശിക്ക് വെച്ചു, അടുത്ത ഏകാദശിക്കുള്ളിൽ തീർച്ചയായും ആ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് പോസിറ്റീവാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്താൽ മതി. എന്തായാലും ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.